വലിയ ഒരു കയ്യടി കൊടുക്കണം, വലിയ ഒരു കയ്യടി. മനസ്സ് നിറഞ്ഞ് നമ്മൾ അഭിനന്ദിക്കാൻ തയ്യാറാകണം. ആരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്? കാട്ടുകള്ളൻ വീരപ്പൻ ആന്റോ അഗസ്റ്റിനെ. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? കാരണം കേരളത്തിൽ ആദ്യമായിട്ട് മെസ്സിക്ക് കാലുകുത്താനും മെസ്സിക്ക് കേരളത്തിൽ വലിയ രീതിയിൽ ഇതുവരെ ലോകത്തിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള വലിയ രീതിയിൽ മെസ്സിയെ വെച്ചുകൊണ്ടുള്ള ആരാധകരുടെ മനം കവരുവാൻ വേണ്ടിയുള്ള പ്രത്യേകം പ്രോഗ്രാമുകൾ തയ്യാറാക്കിയതിനും കാട്ടുകള്ളൻ വീരപ്പന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കലൂരിലെ സ്റ്റേഡിയം നവീകരിച്ചു. വീരപ്പൻ സ്വന്തം റിസ്ക് എടുത്ത് കോടികൾ മുടക്കി കലൂരിലെ സ്റ്റേഡിയം നവീകരിച്ച് സർക്കാരിന് കൈമാറി, അല്ലേ? നവീകരിച്ച കൂട്ടത്തില് ലോകത്തിൽ ആദ്യമായിട്ട്, ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വരുന്ന വിൻഡോയിൽ മെസ്സി കേരളത്തിലെത്തുമ്പോൾ കലൂരിലെ സ്റ്റേഡിയത്തിൽ 4 ഇടങ്ങളിൽ 4 സ്പോട്ടുകളാണ് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ളത്. 4 സ്പോട്ടുകളിൽ മെസ്സി എന്ന് പറഞ്ഞാൽ ഗ്യാലറിയിലെ 4 സ്പോട്ടുകൾ. ആ ഗ്യാലറിയിലെ 4 സ്പോട്ടുകളിൽ ആരാധകർക്ക് നടുവിൽ പ്രത്യേകം സജ്ജീകരിച്ച ആ 4 സ്പോട്ടുകളിൽ നിന്നുകൊണ്ട് ഓപ്പൺ ബാത്ത് നടത്തുമെന്നുള്ളതാണ് മെസ്സി. ഓപ്പൺ ബാത്ത്, ഓപ്പൺ ഷവർ ബാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ ഷവർ ബാത്ത് സ്റ്റേഡിയത്തിലെ 4 സ്പോട്ടുകളിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന, നവീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം ആധുനിക സംവിധാനങ്ങളോടുകൂടി സജ്ജമാക്കിയ ഈ 4 സ്പോട്ടുകളിൽ വെച്ചുകൊണ്ട് മെസ്സി ഓപ്പൺ ഷവർ ബാത്ത് നടത്തുന്നതായിരിക്കും. ഈ ഒരു അവസരം ലോകത്തിൽ ഏത് ആരാധകനാണ് ലഭിക്കുക? ഈ ഒരു അവസരം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലോകത്തിൽ ഏത് മെസ്സിയുടെ ഏത് ആരാധകർക്ക്, കേരളത്തിലെ ആരാധകർക്കല്ലാത്ത വേറെ ഏത് ആരാധകർക്കാണ് ഈ ഒരു അവസരം ലഭിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മെസ്സി ലൈവായിട്ട് കാണികൾക്കിടയിൽ നിന്നുകൊണ്ട് ഓപ്പൺ ഷവർ ബാത്ത് നടത്തുകയാണ്. ഈ ഒരു അവസരം ലോകത്തിൽ എവിടെയെങ്കിലും ലഭിക്കുമോ? എവിടെയും ലഭിക്കില്ല എന്നുള്ളതാ. ഇത് കേരളത്തിലെ കാണികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു വലിയ കയ്യടി കാട്ടുകള്ളൻ വീരപ്പൻ ആന്റോ അഗസ്റ്റിന് നമ്മൾ നൽകണം. ഹൃദയം തുറന്നുള്ള വലിയ കയ്യടി നൽകണമെന്ന് ഞാൻ പറയാൻ കാരണം, ലേശ ഉളുപ്പ്. ഇവൻ പറ്റിപ്പാണ്. ഇവൻ്റെ ജീവിതം, ഇവൻ്റെ തന്തയുടെ DNA വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. അയാളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന ആൻറ്റോയും ആൻറ്റോയുടെ ചേട്ടന്മാരും അവരെയൊക്കെ വെല്ലുന്ന വലിയ പറ്റിപ്പുകാരനായിരിക്കും ഇവൻ്റെ തന്ത, അല്ലെങ്കിൽ തള്ള, രണ്ടിലൊന്ന്. ഉറപ്പാ, ആ കാര്യം ഉറപ്പാ. അല്ലാതെ ഇപ്പം നിങ്ങൾ നോക്ക്, മക്കൾ 3 ഭൂലോക തട്ടിപ്പ്, 1 2 3 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാംഗോ ഫോണ്, റിയൽ എസ്റ്റേറ്റ്, മരം മുറിക്കൊള്ള, ആദിവാസികളെ പറ്റിച്ച് വെട്ടിച്ച് അവസാനം നികേഷിനെയും പറ്റിച്ച് റിപ്പോർട്ടർ TVയും കൈക്കലാക്കി. അവിടെയും തീരുന്നില്ല. കേരളത്തെ ഒന്നടങ്കം പറ്റിച്ച് മെസ്സിയെ കൊണ്ടുവരും, സ്റ്റേഡിയം നവീകരിക്കും. സ്റ്റേഡിയം എന്നാ നവീകരിച്ച? ഒന്നും നവീകരിച്ചില്ല. കുറേ സ്റ്റിക്കർ ഒട്ടിച്ച് കസേരൻ്റെ പെയിൻറ്റും അടിച്ച്. അതാണ് സ്റ്റേഡിയം നവീകരണം. ഇപ്പോൾ മെസ്സിക്ക് വരാനുള്ള ഓപ്പൺ ബാത്ത്, ഓപ്പൺ ഷവർ ബാത്തിനുള്ള സ്പോട്ടുകൾ 4 വേറെ സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടുകള്ളൻ, എൻ്റെ ഒരു ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവന് ഇങ്ങനെ ഒരു ഫ്രോഡ്, ഒരു ക്രിമിനൽ, പക്കാ ഫ്രോഡ് ക്രിമിനൽ, ആ പക്കാ ഫ്രോഡ് ക്രിമിനല് നമ്മളുടെ മുന്നിൽ ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ട്, ഒരു ചാനൽ വില കൊടുത്ത് വാങ്ങി എന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ചാനലിൽ വന്നിരുന്നിട്ട് നമ്മളോട് നമ്മുടെ മുന്നിൽ സാമൂഹിക നിരീക്ഷകനാവുക, രാഷ്ട്രീയ നിരീക്ഷകനാവുക. ഒരു ക്രിമിനൽ വന്നിട്ട് ഈ കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും അഭിപ്രായം പറയുക. ഇത് നമ്മൾ കേൾക്കേണ്ടി വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പക്കാ ഫ്രോഡ് ക്രിമിനലാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു പക്കാ ഫ്രോഡ് ക്രിമിനൽ. ജീവിതം എല്ലാ അർത്ഥത്തിലും തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും, പിന്നെ കൂട്ടിക്കൊടുപ്പും. കൂട്ടിക്കൊടുത്ത് പണം ഉണ്ടാക്കണേ എങ്ങനെയെങ്കിലും. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ പറ്റിപ്പ്, അല്ലെങ്കിൽ വെട്ടിപ്പ്, അല്ലെങ്കിൽ തട്ടിപ്പ്, അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ്. കൂട്ടിക്കൊടുപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ പൈസ കൊടുത്ത്, പണം കൊടുത്ത് സ്ത്രീകളുടെ മാംസങ്ങൾ വിലക്ക് വാങ്ങുക, അത് ഉപയോഗിക്കുക, അത് വിൽക്കുക.
ഈ 3 പരിപാടിയുണ്ട്. സ്ത്രീകളെ വിലക്ക് വാങ്ങുക, സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തെ വിലക്ക് വാങ്ങുക, അത് ഉപയോഗിക്കുക, അത് വിൽക്കുക. ഇത് 3ഉം പണത്തിന് വേണ്ടി ചെയ്യും. എന്തും ഈ പറയുന്ന ഫ്രോഡ് ആൻഡോ അഗസ്റ്റിൻ എന്തും ചെയ്യും. പണം കൊടുത്താൽ എന്തും ചെയ്യും. നിങ്ങളിനി ഒരു കോടി രൂപ കൊടുത്തിട്ട് അവൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ അവൻ വേണമെങ്കിൽ മുട്ട് നിന്ന് കുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ മുട്ടിൽ നിന്നിട്ട് കാര്യം നടത്തി തരും. പണമാണ് വലുത്. മനസ്സിലായില്ലേ? പണമാണ് വലുത്. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പണം കൊടുത്ത് സ്ത്രീകളെ വിലക്ക് വാങ്ങും, ആ പണം കൊടുത്ത് വാങ്ങിയ സ്ത്രീ മാംസങ്ങളെ ഉപയോഗിക്കും, ആ പണം കൊടുത്ത് വാങ്ങിയ സ്ത്രീ മാംസങ്ങളെ വിൽക്കുകയും ചെയ്യും. ശ്രീനാദേവി കുഞ്ഞമ്മയെ അത്തരത്തിലൊരു അപ്രോച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയോട് നടത്തിയിരുന്നു, പണം കൊടുത്ത് വാങ്ങാനുള്ള. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ എന്താ ചെയ്തത്? 8 ധരിച്ചിരുന്ന ചെരുപ്പ് ഊരിയിട്ട് മുഖത്ത് കൊടുത്തു അടി. ആ ചെരുപ്പ് കൊണ്ട് അടി കിട്ടിയതിൽ പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്തേക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവൻ ഭൂലോക ഫ്രോഡാണ്. ഫ്രോഡെന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണിവൻ. ഈ ക്രിമിനലാണ് നമ്മുടെ മുന്നിൽ വന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകനൊക്കെ ആവുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഗതികേടാണ്. മനസ്സിലായില്ലേ? ഒരു ഗതികേടാ. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മലയാളികളായിട്ടുള്ള ഒരുപാട് പ്രതിബദ്ധതയുള്ള, കമ്മിറ്റ്മെൻറ്റുകളുള്ള, ധാർമ്മികതയുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് എണ്ണം പറഞ്ഞ, ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന രീതിയിലുള്ള എണ്ണം പറഞ്ഞ മാധ്യമപ്രവർത്തകർ മലയാളികളായിട്ടുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിലേക്കാണ് ഞാൻ മാധ്യമപ്രവർത്തകനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫ്രോഡ് ക്രിമിനൽ വന്നിരുന്നിട്ട് നമ്മളോട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നതും നമ്മുടെ മുന്നിൽ കൂട്ടിക്കൊടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പിമ്പിങ് നടത്തുന്ന ഈ ആൻഡോയെ പോലെയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷേ അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവൻ്റെ ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നു, നവീകരിച്ച് നൽകുമെന്ന് പറയുന്നു. എന്നിട്ട് ആ സ്റ്റേഡിയം കുളം തോണ്ടുന്നു. ഇപ്പം തിരിച്ചു കൊടുത്ത് ആദ്യമായിട്ടൊന്ന് മഴ പെയ്തതാണ്. ഇപ്പം എന്താ അവസ്ഥ? നവീകരിച്ച സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോയിട്ട് ഒരാൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിൽ കളിക്കാനും പറ്റില്ല, കളി കാണാനും പറ്റില്ല. ഇതാണ് അവസ്ഥ സ്റ്റേഡിയത്തിൻ്റെ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പൊതു മുതലാണ്, പൊതു പ്രോപ്പർട്ടിയാണ്, പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പബ്ലിക് പ്രോപ്പർട്ടിയാണ് കൊണ്ടുപോയി നശിപ്പിച്ചത്. ആരാണ് ഇതിനൊക്കെ അനുവാദം നൽകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ എത്രമാത്രം പണം ഇവന് തട്ടിയിട്ടുണ്ടാവും? സിമ്പിൾ. കാരണം മരം മുറിച്ച് കടത്തി ചാനൽ വാങ്ങി. ഇപ്പോൾ സ്റ്റേഡിയം മറിച്ച് വിറ്റോ എന്നുള്ളത് സ്റ്റേഡിയത്തിൻ്റെ പേപ്പറുകൾ ഇനി പരിശോധിക്കേണ്ടി വരും. സ്റ്റേഡിയത്തിനൊരു പേപ്പർ ഉണ്ടാവില്ല, ആധാരവും അടിയാധാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പേപ്പർ ഇപ്പോൾ പരിശോധിക്കേണ്ടി വരും. ആ പേപ്പർ ഇപ്പോൾ ആരുടെ പേരിലാണ് ഉള്ളത് എന്ന്. കാരണം നവീകരിക്കാൻ, ഇവൻ അതിൻ്റെ പേരിൽ നവീകരിക്കാൻ എന്ന പേരിൽ അതിൽ എന്തെങ്കിലും ഒരു അധികാരം ഇവനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ സ്റ്റേഡിയം മറിച്ച് വിറ്റിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതും ചെയ്യും. അല്ലാതെ ഒന്നും കാണാതെ പൊട്ടം കിണറ്റി ചാടൂല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് അവസ്ഥ. ഒന്നും കാണാതെ ഇവന് ആ സ്റ്റേഡിയം നവീകരിക്കൂല. ഇവൻ എന്തെങ്കിലും ഒന്നതിൽ കണ്ടിട്ടുണ്ടാവും. നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നവീകരിച്ചിട്ട് അല്ല, ഇവൻ പറഞ്ഞ വാക്കുകളെയാണ് ഉദ്ധരിച്ചത്. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ? സ്റ്റേഡിയം നവീകരിക്കുന്നു, കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സി പിന്നെ ഇന്ത്യയിൽ കാലുകുത്തില്ല, എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ,
പക്ക ഭൂലോക ഫ്രോഡാണ് ഇവനെന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കമില്ലല്ലോ. ഇപ്പോൾ നവീകരിച്ച സ്റ്റേഡിയം എന്ന് പറഞ്ഞ് ഞാൻ നവീകരിച്ചു, ഞാൻ കൈമാറി എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി കൈമാറിയ സ്റ്റേഡിയം 1 വർഷമായോ? 6 മാസമായോ നവീകരണം കഴിഞ്ഞ് കൈമാറിയിട്ട്? ഇല്ലല്ലോ. 6 മാസം പോലും ആവാത്ത സ്റ്റേഡിയം, നവീകരിക്കപ്പെട്ട സ്റ്റേഡിയം ഇങ്ങനെ തകർന്ന് തരിപ്പണമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇവൻ ഫ്രോഡ് എന്നല്ല, അതിനപ്പുറം ഇവനെ എന്താണ് പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പക്കാ ക്രിമിനൽ ഫ്രോഡ്, 40-ലധികം കുറ്റപത്രങ്ങൾ തലക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ക്രിമിനൽ ഫ്രോഡ്. ആ ഫ്രോഡ് ഇന്ന് ആരാണ്? കേരളത്തിലെ നമ്പർ 1 മാധ്യമപ്രവർത്തകനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. നമ്പർ 1 മാധ്യമപ്രവർത്തകൻ. നമ്മുടെ മലയാളികളുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലയാളികളുടെ ഒരു ഗതികേടാണ്.